ലൈവിലിപ്പോൾ അനീഷും ഷാനവാസും സംസാരിക്കുകയാണ്. അനീഷ് ഷാനവാസിനോട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. സംഗതി ഇങ്ങനെയാണ്. നമുക്കറിയാം, ബിഗ് ബോസിൽ ഏതൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇടപെട്ട് അതൊരു വലിയ വിഷയമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നേരത്തെ ആര്യൻ റെന വിഷയത്തിൽ ബിന്നി ആയാലും, അതേപോലെ തന്നെ ഒനീൽ മസ്താനി വിഷയത്തിൽ ലക്ഷ്മി ആയാലും ഒക്കെ തന്നെ വലിയൊരു വിഷയമാക്കി, വലിയൊരു ചർച്ചയാക്കി പുറത്തേക്ക് എത്തിക്കുകയും എല്ലാവരും അതിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. എന്നാൽ ഇവിടെ അനീഷ് ഷാനവാസിനോട് സംസാരിക്കുന്നത് വളരെ പക്വതയായി ഒരു അടുത്ത സുഹൃത്തിനോട് ഭയങ്കര ആത്മാർത്ഥമായി സംസാരിക്കുന്ന അനീഷിനെയാണ് കാണുന്നത്. ഷാനവാസിന് ഒരു കയ്യകലം മാറ്റിവെക്കുന്നു, ഷാനവാസ് എൻ്റെ അത്ര നല്ല സുഹൃത്തല്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടെങ്കിലും ഷാനവാസിന് അനീഷിനോടും അനീഷിന് ഷാനവാസിനോടും ഇഷ്ടമുണ്ടെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അനീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഷാനവാസിൻ്റെ അടുത്ത്. ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നത് നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ എന്ന്. അപ്പോൾ അനീഷ് പറയാണ്, എനിക്ക് ഷാനവാസിന് 100% വിശ്വാസമുണ്ട്. ഷാനവാസ് ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും തൻ്റെ സ്വാർത്ഥത വെച്ചിട്ട് കളവ് പറയരുത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കളവ് പറയരുത്. മാത്രമല്ല, ഷാനവാസിൻ്റെ മക്കളൊക്കെ പ്രായപൂർത്തിയായി വരികയാണ്. അതേപോലെ തന്നെ നെവിനൊരു ഫാമിലിയുണ്ട്. നിങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വളച്ചു കെട്ടി തനിക്ക് മാത്രമാക്കിക്കൊണ്ട് ഒന്നും സംസാരിക്കരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണം. വളരെ പക്വതയോടുകൂടി നല്ലൊരു സുഹൃത്തിനെ മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും എത്തിക്കരുത്. ഇത് മാത്രമല്ല, ഇതൊരു വലിയ പ്രശ്നമാക്കരുത്. ഒരു കുത്തിത്തിരിപ്പ് ഒന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുമ്പോൾ അനീഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാനവാസാണ്. ഷാനവാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനീഷാണെന്ന് മനസ്സിലാവുന്നു. അനീഷ് അത്രയും പക്വതയോടുകൂടിയാണ് ഷാനവാസിനോട് സംസാരിക്കുന്നതും ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് അത്രയും കാര്യമായിട്ടാണ് കേട്ട് നിൽക്കുന്നതും. ഇത് കാണുമ്പോൾ ഇവരാണ് യഥാർത്ഥ സുഹൃത്ത്, ഇവരാണ് യഥാർത്ഥ കോംബോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു പ്രശ്നത്തിലേക്കും ഷാനവാസിനെ എത്തിക്കരുത്, ഷാനവാസ് ഒരു പ്രശ്നത്തിലും കുടുങ്ങരുത് എന്ന് ആത്മാർത്ഥമായി അനീഷ് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഇത് സോൾവ് ആവണമെന്ന ഒറ്റ ചിന്തയോടുകൂടി അനീഷ് സംസാരിക്കുമ്പോൾ അനീഷിലെ ഒരു മനുഷ്യത്വത്തെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോകും അനീഷ് ഷാനവാസിനോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ.